अस्सलामु अलैकुम रहमतुल्लाह। अशहदु अन ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين हज़रत मसीह मऊद अलैहिस्सलाम के साथ ഹസ്രത്ത് മസീഹ് മഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്റെ ജമാഅത്തിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം ഓരോ അഹ്മദിയും എന്നല്ല അഹ്മദിയത്തിന്റെ എതിരാളികൾ വരെ പൂർത്തിയാകുന്നതായി കാണുന്നു. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്തിലെ ഏത് രാജ്യത്ത് പോയാലും അവിടെ ഏതാനും പേരാണെങ്കിലും അഹ്മദികളെ കാണാൻ സാധിക്കുന്നതാണ്. ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹു ജമാഅത്തിനെ കുറിച്ച് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, വജാഇലുല്ലദീന തബഊക ഫൗഖല്ലദീന കഫറു ഇലാ യൗമിൽ ഖിയാമ. അദ്ദേഹം ഇതിന്റെ വിശദീകരണം ബറാഹീനെ അഹ്മദിയായിൽ ഇപ്രകാരം പറയുകയുണ്ടായി. ഇത് ആയത്തിന്റെ ഒരു ഭാഗമാണ്, അദ്ദേഹത്തിന്റെ ഇൽഹാമും കൂടിയാണിത്. നിന്നെ അനുധാവനം ചെയ്യുന്നവർ, അതായത് യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും പിന്തുടരുന്നവരായാൽ അവർക്ക് നിഷേധികളായിട്ടുള്ള അവരുടെ എതിരാളികളുടെ മേൽ ഖിയാമത്ത് നാൾ വരെ വിജയം നൽകുന്നതായിരിക്കും. അതായത് അവർ ഹുജ്ജത്തിലൂടെയും തെളിവുകളിലൂടെയും തങ്ങളുടെ എതിരാളികളുടെ മേൽ വിജയം വരിക്കുന്നതായിരിക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഞാൻ പറഞ്ഞ അള്ളാഹു ജമാഅത്തിനെ കുറിച്ച് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന ഭാഗം വിവരിച്ചതിനു ശേഷം പറയുന്നു, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ഇപ്പോൾ ബീജാവാപമാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ 1902 ഒക്ടോബറിലേതാണ്. അതായത് ഇപ്പോൾ ബീജാവാപമാണ് നടക്കുന്നത് എന്ന വാക്കുകൾ പറയുന്നു. നമ്മുടെ എതിരാളികൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്നാൽ അള്ളാഹുവിന്റെ ഉദ്ദേശം എന്താണ്? അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ അത് ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ഉദ്ദേശം അറിയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ അവരുടെ എല്ലാവിധത്തിലുള്ള തന്ത്രങ്ങളിലും ഗൂഢാലോചനകളിലും അവർ പരാജിതരായിത്തീരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് അവിടുന്ന് പറയുന്നു, അഥവാ ഈ എതിർപ്പില്ലായിരുന്നുവെങ്കിൽ ഈ വിധത്തിലുള്ള അത്ഭുതകരമായ പുരോഗതി ഇവിടെയും ഉണ്ടാകുമായിരുന്നില്ല. അതായത്
ഈ പുരോഗതിയിൽ कि वो हमको नाबूद അസാധാരണത്വം പ്രകടമാകുമായിരുന്നില്ല. हमारा കാരണം അസാധാരണത്വം എതിർപ്പ് മൂലവും മത്സരം മൂലവുമാണ് തിളക്കമുള്ളതായിത്തീരുന്നത്. പറയുന്നു, ഒരു ഭാഗത്ത് നമ്മെ തുടച്ചു നീക്കാനുള്ള നമ്മുടെ എതിരാളികളുടെ ശ്രമം ഉണ്ട്. നമ്മുടെ സലാം പോലും സ്വീകരിക്കുന്നില്ല. അസാന്നിധ്യത്തിൽ പോലും വെറുപ്പോടുകൂടി സ്മരിക്കുന്നു. ഇപ്പോൾ ഈ വെറുപ്പ് അതിന്റെ പാരമ്യതയിലെത്തിയിരിക്കുന്നു. ചീത്തവിളിയും അസഭ്യവർഷവും പരസ്യമായി തന്നെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചിരിക്കുന്നു. ഏതായിരുന്നാലും ഇത് എതിരാളികളുടെ ജോലിയാണ്. അവിടുന്ന് പറയുന്നു, ये मोइजा नहीं तो എന്നാൽ മറുപക്ഷത്ത് അള്ളാഹു അത്ഭുതകരമായ രീതിയിൽ या हमारी जमात ഈ ജമാഅത്തിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു മോചിതത്തല്ല എങ്കിൽ മറ്റെന്താണ്? പറയുന്നു, ഇത് നമ്മുടെ പ്രവൃത്തിയാണോ അല്ലെങ്കിൽ നമ്മുടെ ജമാഅത്തിന്റെ പ്രവൃത്തിയാണോ? അല്ല, ഇത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്. काम है അതിന്റെ തുടക്കവും അവസാനവും മറ്റാർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. പറയുന്നു, ഇത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്. അവന്റെ കാര്യങ്ങൾ അത്ഭുതകരമാണ്. അള്ളാഹുവിന്റെ ഈ അത്ഭുതകരമായ സഹായത്തിന്റെ ദൃശ്യം നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. दाखिल हो रहे हैं സത്പ്രകൃതക്കാരായ ആളുകൾ ജമാഅത്തിൽ പ്രവേശിക്കുകയും ഓരോ ദിവസവും ജമാഅത്തിന്റെ അംഗസംഖ്യ വർദ്ധിക്കുകയും ജമാഅത്തിലെ അംഗസംഖ്യയിലും അനുഗ്രഹമുണ്ടാകുന്നു. ജമാഅത്തിന്റെ സമ്പത്തിലും അനുഗ്രഹമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കാര്യം അഹ്മദിയത്തിന്റെ എതിരാളികളെ അസൂയയുടെ അഗ്നിയിൽ കൂടുതൽ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. पाकिस्तान से ഓരോ ദിവസവും പാകിസ്ഥാനിൽ നിന്ന് ഈ വിധത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെറുപ്പും അസൂയയും വിദ്വേഷവും ഇത്രമാത്രം അന്ധരാക്കിയിരിക്കുന്നു. ഏതുവരെ എന്നാൽ ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഫോട്ടോ വികൃതമാക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്നു. पाँव के नीचे അതിൽ അസഭ്യം എഴുതുന്നു, കാലുകൾക്കിടയിൽ ചവിട്ടിയരക്കുന്നു. ഒരു നിർഭാഗ്യവാൻ തന്റെ കടയുടെ വാതിൽക്കലുള്ള ചവിട്ടിയിൽ ഈ ഫോട്ടോ വെക്കുകയുണ്ടായി. വരുന്നവർ ഇതിൽ കാൽ വെച്ചുകൊണ്ടുവരുന്നതിനു വേണ്ടി. ഏതായിരുന്നാലും ഇത് അവരുടെ ജോലിയാണ്. എന്നാൽ അല്ലാഹു बाज ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ऐसे हैं जिनको സത്പ്രകൃതക്കാരായ ആളുകളെ എഴുന്നേൽപ്പിക്കുന്നു. इस मौके पर भी ഈ അവസരത്തിലും इंतजामी സർക്കാരിന്റെ ഒരു ഓഫീസർ ശക്തമായ നടപടിയെടുത്തു. लेकिन അവിടുത്തെ ഫോട്ടോ അവിടെ നിന്ന് എടുക്കുകയുണ്ടായി. എന്നാൽ ഈ എതിരാളികൾ ഓർക്കേണ്ടതാണ്, खुदा ताला का ഇത് അള്ളാഹുവിന്റെ ജോലിയാണ്. अपने प्यारे की ताईद नसर फरमाता है और उसकी गैरत भी रखता है। അള്ളാഹു अल्लाह ताला തന്റെ പ്രിയപ്പെട്ടവനെ സഹായിക്കുന്നവനും അദ്ദേഹത്തിനു വേണ്ടി ആത്മാഭിമാനം ഉള്ളവനുമാണ്. फितरतों के इस सलूक का അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവനെക്കുറിച്ചുള്ള അവന്റെ ഈ ആത്മാഭിമാനം ദുഷ്പ്രകൃതക്കാരുടെ പ്രവർത്തിക്കുള്ള പകരം തീർച്ചയായും ചോദിക്കുന്നതായിരിക്കും. തീർച്ചയായും ഇവരും ഇവരുടെ നേതാക്കന്മാരും പാഠം ഉൾക്കൊള്ളാനുള്ള और ये लोग അടയാളങ്ങളായിത്തീരും. ഈ ആളുകൾ ഒരു സമയം വരും, ഫോട്ടോ അല്ല, ഇവർ തന്നെ ഇതിൽ കൂടുതലായി ചവിട്ടിയരക്കപ്പെടും. അഹ്മദികൾ സഹനത്തിലൂടെയും ദുആയിലൂടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ അധ്യാപനങ്ങൾ. തങ്ങളുടെ സങ്കല്പത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കുന്നതിനായി എന്താണ് അവർ ഇച്ഛിക്കുന്നത്, ഏത് മാർഗമാണ് അവർ അവലംബിക്കുന്നത്, അത് ചെയ്തുകൊള്ളട്ടെ. നാം നിയമം കയ്യിലെടുക്കുകയില്ല. लेकिन जैसा कि मैंने എന്നാൽ सब्र और दुआ से काम लेते हैं ഞാൻ പറഞ്ഞതുപോലെ ക്ഷമയിലൂടെയും ദുആയിലൂടെയുമുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇത് തന്നെയാണ് ഒരു അഹ്മദിയുടെ പ്രഭാവം. ഈ പ്രഭാവം अहमदी को और खास तौर पर ലോകത്തിലെ ഓരോ അഹ്മദിയും, പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ അഹ്മദികൾ കൂടുതൽ തിളക്കമുള്ളതാക്കി തീർക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. തങ്ങളുടെ ദ്വാകളിൽ കൂടുതൽ ശക്തി ഉണ്ടാക്കിയെടുക്കുക. ഇത് തന്നെയാണ് നമ്മുടെ ആയുധം. ഇതുകൂടാതെ മറ്റൊരായുധവും നമുക്ക് പ്രയോജനപ്പെടുകയില്ല. ചില ആളുകൾ പറയാറുണ്ട്, അങ്ങനെ ചെയ്യാവുന്നതാണ്, ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ആദ്യം തങ്ങളുടെ ദ്വാകളെ പാരമ്യതയിലെത്തിക്കുക. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് ജമാഅത്തിന്റെ പുരോഗതിയെക്കുറിച്ചായിരുന്നു. के बारे में എങ്ങനെയാണ് അള്ളാഹു സഹായിക്കുന്നതെന്നും എങ്ങനെയാണ് സത്പ്രകൃതക്കാരായ ആളുകളിൽ
ഒരു വിപ്ലവം ഉണ്ടാകുന്നത് എന്നും ആർക്കാണോ ഇസ്ലാമിനോട് അല്പമെങ്കിലും സ്നേഹമുള്ളത്, ആർക്കാണോ ദീനുമായി അല്പം ബന്ധമുള്ളത്, അവർ എന്തു തന്നെയായാലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഭൗതികരായ ആളുകൾ, അവർക്ക് മതത്തോടത്ര താൽപര്യമില്ല. അവരിൽ ചിലർ ദൈവത്തിന്റെ അസ്തിത്വത്തിലും വിശ്വസിക്കുന്നവരല്ല. അവരും ഈ ജമാഅത്ത് ഇവരുടെ ചുവടുകൾ ഓരോ നിമിഷവും പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ നിർബന്ധിതരായി തീർന്നിരിക്കുന്നു. നിങ്ങൾ അവതരിപ്പിക്കുന്ന ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, ഈ അധ്യാപനങ്ങൾ ഒരു ദിവസം ലോകത്ത് അധീശത്വം സ്ഥാപിക്കുമെന്ന് പറയാൻ ഇവർ നിർബന്ധിതരായി തീർന്നിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഇത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്, ഇത് അവന്റെ ജോലിയാണ്. അത്ഭുതകരമായ കാര്യങ്ങൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ജമാഅത്ത് അംഗങ്ങൾ ജമാഅത്തിന്റെ ജോലിക്കായി അള്ളാഹുവിനു വേണ്ടി ഒരു വിരൽ അനക്കുമ്പോൾ അള്ളാഹു ആയിരക്കണക്കിന് കൈകളാൽ ചെയ്യപ്പെടുന്ന ജോലിയുടെ ഫലം അത് മുഖേന ഉണ്ടാക്കിയെടുക്കുന്നു. ഈ കാര്യം തന്നെയാണ് ശത്രുക്കളെ അസൂയയുടെ അഗ്നിയിൽ കൂടുതൽ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ വിദ്വേഷം നമ്മോടല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രവൃത്തിയോടാണ്. കാരണം അവൻ ജമാഅത്തിന്റെ സഹായത്തിനായി വ്യക്തവും കൃത്യവുമായ അടയാളങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ എതിരാളികളോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ഏറ്റുമുട്ടൽ അള്ളാഹുവുമായിട്ടാണ്. അള്ളാഹുവുമായി ആർക്കും തന്നെ ഏറ്റുമുട്ടാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭയപ്പെടുക, അള്ളാഹുവിനെ ഭയക്കുക. അള്ളാഹുവുമായി ഏറ്റുമുട്ടുന്നവരുടെ പൊടി പോലും കാണാൻ സാധിക്കുകയില്ല. ശത്രുക്കളുടെയും എതിരാളികളുടെയും ഞങ്ങളോടുള്ള ഈ വിദ്വേഷം നിമിത്തം ഞങ്ങൾ ഓരോ നിമിഷവും ഞങ്ങളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ മഴ വർഷിക്കുന്നതായി കാണുന്നു. ഇവർ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിട്ടും ചിന്തിക്കുന്നില്ല. അഹ്മദിയ ജമാഅത്തിന്റെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും ഫലം ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ അന്യരിൽ പ്രകടമാകുന്ന തരത്തിലാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാമധാരികളായ പണ്ഡിതന്മാർ ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരല്ല, കേവലം തങ്ങളുടെ മിമ്പറുകളെ മാത്രം സ്നേഹിക്കുന്നവരാണ്, തങ്ങളുടെ പ്രയോജനങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞതുപോലെ അന്യരിലും അള്ളാഹു നമ്മുടെ വാക്കുകളാൽ നല്ല സ്വാധീനം ജനിപ്പിക്കുന്നു. അവർ ഈ കാര്യം നമ്മുടെ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് തുറന്നു പറയുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ എപ്പോഴെല്ലാം വിവിധ രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്നതിനായി പോയിട്ടുണ്ടോ, ജമാഅത്തുകളുടെ പര്യടനത്തിനായി പോയിട്ടുണ്ടോ, അപ്പോഴെല്ലാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശത്തിലൂടെ ഇസ്ലാമിന്റെ പുതിയ പ്രഭാവം അന്യരിൽ പ്രകടമാകുന്നതായി കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഹോളണ്ടിലെയും ജർമ്മനിയിലെയും ജലസയിൽ പങ്കെടുക്കുന്നതിനായി പോയിട്ടുണ്ടായിരുന്നു. അവിടങ്ങളിൽ ജമാഅത്ത് അംഗങ്ങളെ കാണാനും അവരോട് സംസാരിക്കാനും അവസരം ലഭിച്ചതോടൊപ്പം അന്യരോടൊപ്പവും ചില പ്രോഗ്രാമുകൾ നടക്കുകയുണ്ടായി. ഈ പ്രോഗ്രാമിലൂടെ അന്യരിലും നല്ല സ്വാധീനമുണ്ടായി. അതുപോലെ തന്നെ ജലസ കാണുന്നതിനായി തങ്ങളുടെ സുഹൃത്തുക്കളുടെ അപേക്ഷയിൽ എത്തിയ അന്യരിലും ജമാഅത്തിന്റെ അധ്യാപനവും വ്യവസ്ഥിതിയും സ്വാധീനം ചെലുത്തുകയുണ്ടായി. പൊതുവിൽ എന്റെ രീതി അനുസരിച്ച് യാത്രയ്ക്ക് ശേഷം സംക്ഷിപ്തമായി ഞാൻ യാത്രാനുഭവങ്ങൾ കേൾപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ജലസയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും
ചില കാര്യങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് ആദ്യം ഞാൻ അന്യരുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് തുടങ്ങാം. ഞാൻ ഈ യാത്രയിൽ കണ്ട അള്ളാഹുവിന്റെ അനുഗ്രഹ വർഷത്തിന്റെ ഏതാനും ചില മിന്നലാട്ടങ്ങളാണ് ഇത്. ഞാൻ പറഞ്ഞതുപോലെ ഹോളണ്ടിലെ ജലസയിൽ ഞാൻ പങ്കെടുത്തു. कि हॉलैंड के जलसे में भी शमूलियत की। ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ ജലസയിൽ ഞാൻ പങ്കെടുത്തത്. ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് सफर पर ഹോളണ്ടിലെ അമീർ സാഹിബിന്റെ കത്ത് വന്നിരുന്നു. ജലസയിൽ പങ്കെടുക്കുന്നതിനായി താങ്കൾ വരികയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ പ്രാദേശികരായ ഡച്ചുകാരുമായും ഒരു പ്രോഗ്രാം ഉണ്ടാകണം. पहले तो मैंने इनकार कर दिया। ആദ്യം ഞാൻ ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരസ്കരിച്ചു. കാരണം ഇവർക്ക്, അതായത് ജമാഅത്ത് അംഗങ്ങൾക്ക് पढ़े लिखे और संजीदा വിദ്യാസമ്പന്നരായ പൊക്കമതികളായ ജനങ്ങളോട് അത്ര വലിയ ബന്ധം ഒന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സ്വയം ചിന്തിച്ചു, നമ്മുടെ സെന്ററുള്ള ഈ പ്രദേശം, ജലസ നടക്കേണ്ട സ്ഥലം, ഈ സ്ഥലം के इलाके में है। ഈ ദിവസങ്ങളിൽ ഇസ്ലാമിനെതിരിലും इस्लाम റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിലും के मुतालिक അനാവശ്യങ്ങൾ പുലമ്പുന്ന ഇസ്ലാമിന്റെ ശത്രുവിന്റെ നാടാണ്. അതുകൊണ്ട് ഈ പ്രദേശത്ത് നിന്ന് ഏതാനും രാഷ്ട്രീയക്കാരും വിദ്യാസമ്പന്നരായ ആളുകളും പത്രപ്രതിനിധികളും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് നല്ല ഒരു അവസരമായിരിക്കും. जमात छोटी ജമാഅത്ത് ചെറുതാണ്. അതുകൊണ്ട് 10-15 പേരെ ഇവർക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 125-ൽ പരം ആളുകൾ ഇതിൽ പങ്കെടുത്തു. അതിൽ ആ പ്രദേശത്തെ മെമ്പർ ഓഫ് പാർലമെന്റും പട്ടണത്തിലെ മേയറും രാഷ്ട്രീയക്കാരും വിദ്യാസമ്പന്നരും पढ़े लिखे लोग भी थे। ഉണ്ടായിരുന്നു. അത്ഭുതപ്പെടുത്തിക്കൊണ്ട് नेशनल अखबार के नुमाइंदे भी थे। ചെറിയ പത്രങ്ങളുടെ പ്രതിനിധികളെ കൂടാതെ ദേശീയ പത്രത്തിന്റെ പ്രതിനിധികളും ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ ഇസ്ലാമിന്റെ മനോഹര അധ്യാപനങ്ങളുടെ ഏതാനും വശങ്ങളും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയും വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചു. കാരണം ഈ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയക്കാരൻ ആരോപണങ്ങൾ ഉന്നയിക്കാറുള്ളത്. അവിടുത്തെ മേയറും എംപിയും സംക്ഷിപ്ത പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി. മതസഹിഷ്ണുതയെക്കുറിച്ചും പരസ്പര സഹനത്തെക്കുറിച്ചും സംസാരിച്ചു. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇസ്ലാമിന്റെ മനോഹര അധ്യാപനങ്ങളെക്കുറിച്ചും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അവതരിപ്പിച്ചപ്പോൾ എം പി പിന്നീട് എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളെക്കുറിച്ച് വളരെ നല്ല നിലയിൽ സ്വാധീനിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞതുപോലെ എന്റെ ധാരണ ഹോളണ്ട് ജമാഅത്തിന് രാഷ്ട്രീയക്കാരുമായി ബന്ധമില്ല എന്നായിരുന്നു. എം പിയുടെ വാക്കുകളിൽ നിന്ന് ഇക്കാര്യം പ്രകടമാവുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയക്കാരുമായും വിദ്യാസമ്പന്നരായ ആളുകളുമായും കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും അവർക്ക് ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുകയും പിന്നീട് പത്രങ്ങളിലും വെബ്സൈറ്റുകളിലും ഇത് രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ അദ്ദേഹം പേരെടുത്തു പറയാതെ പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്ന പക്ഷം വിൽഡറെ പോലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളുടെ നാവടങ്ങുന്നതായിരിക്കും. പൊതുജനങ്ങൾക്കും ഇസ്ലാമിന്റെ മനോഹര അധ്യാപനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കുക, ഇവിടെയും എപ്രകാരമാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകൾ പൂർത്തിയാകുന്നത്. അള്ളാഹുവിന്റെ പ്രവൃത്തി അത്ഭുതകരമാണ്. ഇത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്. ക്രിസ്ത്യാനിയായ ഒരാൾ ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ തന്റെ രാജ്യക്കാർക്ക് പറഞ്ഞുകൊടുക്കുന്നതിനുള്ള മാർഗം പറഞ്ഞു തരുന്നു. പിന്നീട് ഈ സത്പ്രകൃതക്കാരനായ എം പി, ഇദ്ദേഹം വളരെ പഴയ കഴിവുള്ള രാഷ്ട്രീയക്കാരനാണ്. ഒരു ദീർഘകാലമായി മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. തന്റെ വെബ്സൈറ്റിലും എന്റെയും അദ്ദേഹത്തിന്റെയും ഫോട്ടോയോടുകൂടി ഈ പരിപാടിയുടെയും മീറ്റിംഗിന്റെയും വിശദ വിവരം നൽകുകയുണ്ടായി. പിന്നീട് അദ്ദേഹവുമായി നടന്ന പ്രൈവറ്റ് മുലാഖാത്തിന്റെ വിശദ വിവരവും അദ്ദേഹം എഴുതി. ഞാൻ ഇതെല്ലാം നൽകുന്നതായിരിക്കും എന്ന കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. കാരണം ഇസ്ലാമിനെ കുറിച്ച് ഞങ്ങളുടെ രാജ്യക്കാർക്കുള്ള തെറ്റിദ്ധാരണ മാറുന്നതിനായി. ചില പ്രയോജനകാംക്ഷികളും
രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെറുപ്പ് ഇല്ലാതായിത്തീരുന്നതിനു വേണ്ടി. അതുപോലെ തന്നെ പത്രങ്ങളും ഈ പരിപാടിയുടെ വിശദവിവരം വളരെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ എഴുതുകയുണ്ടായി. അവിടുത്തെ വലിയ ദേശീയ പത്രത്തിന്റെ എന്നല്ല, വലിയ 2 ദേശീയ പത്രങ്ങളുണ്ട് അവിടെ. അതിന്റെ പ്രതിനിധികൾ വന്നിരുന്നു. അതിൽ ഒരാൾ ഏതാനും മിനിറ്റ് നീളുന്ന എന്റെ ഒരു ഇന്റർവ്യൂ എടുത്തു. പത്രപ്രതിനിധി തന്റെ ചോദ്യങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ പക്കലും ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്. ഈ പ്രദേശം, അതായത് നമ്മുടെ സെന്ററുള്ള മർക്കസായ ന്യൂസ്പിറ്റ് ഹോളണ്ടിൽ, ഈ പ്രദേശം ബൈബിൾ ബെൽറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയുള്ളവർ മതത്തെക്കുറിച്ച് അറിവുള്ളവരാണ്. ബാക്കിയുള്ള ഹോളണ്ടിനെ അപേക്ഷിച്ച് കൂടുതൽ പേരും ചർച്ചിൽ പോകുന്നവരാണ്. നിങ്ങൾ ഹദ്റത്ത് ഈസാ അലൈഹിസ്സലാമിന്റെ 2ാം വരവ് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. നിങ്ങളുടെ പക്കൽ അതിന്റേതായ ചില അടയാളങ്ങളും ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വന്നിരിക്കുന്നു എന്നല്ല, അത് കടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഹദ്റത്ത് ഈസ വന്നില്ല. ഞങ്ങൾ വാഗ്ദത്തെ മസീഹാണെന്ന് വിശ്വസിക്കുന്ന വന്ന ആളെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ആഗമനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം അല്പം ചുവന്നു. എന്നാൽ പുഞ്ചിരിച്ചുകൊണ്ട് നിശബ്ദനായി ഒന്നും തന്നെ പറഞ്ഞില്ല അദ്ദേഹം. ഞാൻ വിചാരിച്ചത് ഈ സംസാരത്തിനു ശേഷം അദ്ദേഹം നമ്മുടെ പരിപാടിയെക്കുറിച്ചുള്ള വാർത്ത നൽകുകയില്ല എന്നാണ്. ഇനി അഥവാ നൽകിയാൽ തന്നെ യാഥാർത്ഥ്യം അവതരിപ്പിക്കുകയില്ല. എന്നാൽ അടുത്ത ദിവസം എന്നെ സംബന്ധിച്ചും അവിടുത്തെ ജമാഅത്തിനെ സംബന്ധിച്ചും ഈ കാര്യം അത്ഭുതകരമായിരുന്നു. അദ്ദേഹം വാർത്ത നൽകിയെന്ന് മാത്രമല്ല, പത്രത്തിന്റെ ആദ്യ പേജിൽ തന്നെ എന്റെ ഫോട്ടോയും നൽകി. അതായത് ഏകദേശം അകത്ത് ഏകദേശം 1.5 പേജോളം പരിപാടിയുടെ വാർത്ത ഫോട്ടോയോടുകൂടി നൽകുകയുണ്ടായി. ജൽസയെ സംബന്ധിച്ച് വളരെ വിശദമായി എഴുതി. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെക്കുറിച്ച് വാർത്ത നൽകി. ഈ പത്രം അവിടുത്തെ ദേശീയ പത്രമാണ്. ലക്ഷക്കണക്കിന് സംഖ്യയിൽ വായിക്കപ്പെടുന്ന പത്രമാണ്. ഇത് മുഖേന ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ ഈ രാജ്യത്തിലെ ആളുകളിലും എത്തിച്ചേർന്നു. ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു ദേശീയ പത്രവും വാർത്ത നൽകുകയുണ്ടായി. പ്രാദേശിക പത്രങ്ങളും കവറേജ് നൽകി. അതിന്റെ ഏതാനും ഭാഗങ്ങൾ ഞാൻ കേൾപ്പിക്കാം. ആദ്യത്തെ പത്രം ഹോളണ്ടിലെ ദേശീയ പത്രമാണ്. ദാഗ് ബ്ലാക്ക് എന്നാണ് അതിന്റെ പേര്. ആദ്യം ഈ വാർത്തയാണ് പ്രസിദ്ധീകരിച്ചത്, സമാധാനം പരത്തുന്ന ഖലീഫ. അതിനുശേഷം എന്നെ ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നു, ഹദ്റത്ത് ഈസായുടെ തിരിച്ചുവരവിനെ കുറിച്ച് ജമാഅത്തിന്റെ വിശ്വാസം ഇതാണ്: അദ്ദേഹം വഫാത്തായിരിക്കുന്നു, ഇനി തിരിച്ചുവരുന്നതല്ല. ഹദ്റത്ത് മിർസ ഗുലാം അഹമ്മദിന്റെ ആഗമനം തന്നെയാണ് ഈസായുടെ പുനരാഗമനം. വളരെ വലിയ വാർത്തയാണ്. ഏതാനും ചില വാചകങ്ങൾ ഞാൻ കേൾപ്പിക്കാം. പിന്നീട് അദ്ദേഹം എഴുതുന്നു, ജമാഅത്ത് തങ്ങളുടെ തബ്ലീഗ് പ്രവർത്തനത്തിന്റെ ഫലമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അഹമ്മദികളുടെ വാക്കുകളിൽ അപൂർവമായോ അല്ലാതെയോ ഒരിക്കലും തന്നെ തീവ്രവാദപരമായ വാക്കുകളുടെ ഉപയോഗം കാണാൻ സാധ്യമല്ല. പാശ്ചാത്യ നാടുകളിൽ ജമാഅത്തിന്റെ സ്ഥാപനം മിഷണറികളുടെ മാത്രമല്ല, മറിച്ച് തങ്ങളുടെ സ്വദേശത്ത് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ കൂടിയാണ്. പിന്നീട് അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് ഹിജ്റത്ത് ചെയ്ത അഹമ്മദികളെക്കുറിച്ച് എഴുതുകയുണ്ടായി. പിന്നീട് എഴുതുന്നു, ജമാഅത്ത് അംഗങ്ങൾക്ക് ജമാഅത്തുമായും പരസ്പരവും ഒരു ആഴത്തിലുള്ള ബന്ധമുണ്ട്. പിന്നീട് അദ്ദേഹം ജലസയുടെ വളരെ വിശദമായ വാർത്ത നൽകുകയുണ്ടായി. പിന്നീട് അദ്ദേഹം എന്നെ ഉദ്ധരിച്ച് എഴുതുന്നു, ഞാൻ എന്താണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ച്. അദ്ദേഹം സന്നിഹിതരായവർക്ക് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തി പറഞ്ഞു, ഹോളണ്ടിൽ ഇസ്ലാമിനെതിരിൽ ഒരിക്കലും അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ പറയുകയും പ്രോപ്പഗണ്ട നടത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നിട്ടുകൂടി നിങ്ങൾ എല്ലാവരും ഇവിടെ വരികയും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു.
യാഥാർത്ഥ്യം എന്തെന്നാൽ ബഹുമാനിക്കുകയും സമാധാനം നിലനാട്ടുകയും ചെയ്യുക എന്നതാണ്. എഴുതുന്നു, എന്നെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉറപ്പായും പറയുന്നു, ഞങ്ങൾ ഒരിക്കലും പകരം ചോദിക്കും എന്ന മനോഭാവം ഉള്ളവരല്ല. തീർച്ചയായും മുസ്ലിങ്ങളിൽ ചില വിഭാഗങ്ങൾ അത്തരം തീവ്ര ചിന്താഗതിക്കാരായ ആളുകളുണ്ട്. ഖലീഫയ്ക്ക് ഇക്കാര്യം വളരെ വ്യക്തമായ നിലയിൽ അറിയാം. ഇസ്ലാമിലൂടെ ഈ മുസ്ലിങ്ങളുടെ ഈ പ്രവൃത്തി പൂർണ്ണമായും തെറ്റാണ്. പിന്നീട് എഴുതുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക പൂർണ്ണമായും ഇതിനെതിരാണ്. പിന്നീട് എഴുതുന്നു, ഖലീഫ പറയുകയുണ്ടായി, അദ്ദേഹത്തിന് ഹോളണ്ടിൽ പരസ്പര ബഹുമാനം കുറഞ്ഞു വരുന്നതിൽ ആശങ്കയുണ്ട്, പ്രത്യേകിച്ച് മറ്റുള്ളവരെ ബഹുമാനിക്കാത്തവർ ഭരണകൂടത്തിൽ വരുമ്പോൾ. അങ്ങനെയാണെങ്കിൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരും. ഇതൊരു പത്രത്തിലേതാണ്. രണ്ടാമത്തെ പത്രം നാഷണൽ ഹോത്രവ് ആണ്. അതിൽ നൽകിയ തലക്കെട്ട് ഇതാണ്: ഖലീഫ വരികയും തീവ്രവാദത്തെ അപലപിക്കുകയും ചെയ്തു. പിന്നീട് എന്നെ ഉദ്ധരിച്ച് വളരെ വലിയ അക്ഷരങ്ങളിൽ എഴുതുന്നു, ഈ തീവ്രവാദത്തിന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. പിന്നീട് എഴുതി, അഹമ്മദിയ ജമാഅത്തിന്റെ വിശ്വാസമനുസരിച്ച് ഹദ്റത്ത് മിർസ ഗുലാം അഹമ്മദ് സാഹിബാണ് വാഗ്ദത്ത മസീഹ്. അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ ഈസായുടെ പുനരാഗമനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അഹമ്മദികൾ പറയുന്നു, മിർസ ഗുലാം അഹമ്മദിൽ ഈസായുടെ പ്രത്യേകതകൾ ഉണ്ട്. ഈ വിധത്തിൽ ഇസ്ലാമിന്റെ സന്ദേശവും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനത്തിന്റെ ഉദ്ദേശവും ഇവരുടെ മുമ്പിൽ വളരെ വ്യക്തമായ നിലയിൽ വിവരിക്കപ്പെടുകയുണ്ടായി. വിശദമായ വാർത്തകളാണ്. നോക്കുക, അള്ളാഹുവിന്റെ പ്രവൃത്തി. ഒരു ഭാഗത്ത് വിൽഡർ ഇസ്ലാമിനോടുള്ള ശത്രുതയിൽ മുൻകടന്നു കഴിഞ്ഞിരിക്കുന്നു. ലോകത്ത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെയും റസൂൽ തിരുമേനിയുടെയും എതിരിലുള്ള തന്റെ പുസ്തകത്തിന്റെ വിളംബരം നടത്തിക്കൊണ്ട് നടക്കുകയാണ്. എന്നാൽ അയാളുടെ രാജ്യമാണ് രാജ്യത്ത് എന്ന് മാത്രമല്ല, അയാൾ MP ആയിരിക്കുന്ന അയാളുടെ പ്രദേശത്ത് നിന്ന് അഹമ്മദിയ ജമാഅത്തിലൂടെ ഇസ്ലാമിന്റെയും റസൂൽ തിരുമേനിയുടെയും മനോഹരമായ സമാധാനപ്രിയമായ അധ്യാപനങ്ങൾ വിവരിക്കുന്നത് മുഖേന തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ അറിവനുസരിച്ച് അയാളുടെ പുസ്തകത്തെക്കുറിച്ച് ആരും തന്നെ അത്ര വലിയ അഭിപ്രായമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അയാളുടെ സ്വന്തം രാജ്യത്ത് പത്രങ്ങളിലൂടെയും MP-യുടെ വെബ്സൈറ്റിലൂടെയും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥവും മനോഹരവുമായ അധ്യാപനങ്ങൾ എത്തിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞതുപോലെ ഹോളണ്ടിലെ ജമാഅത്തിന് പോലും ഇത്രയധികം കവറേജ് ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ഇത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്. എന്നാൽ നന്ദി രേഖപ്പെടുത്തുക എന്ന നിലയിൽ നമ്മുടെ ജോലി ഇതാണ്. ഇനി ഹോളണ്ട് ജമാഅത്ത് മറ്റുള്ളവരുമായുള്ള ബന്ധം സ്ഥാപിക്കൽ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതാണ്. അത് കൂടുതൽ വിശാലമാക്കേണ്ടതാണ്. ഇസ്ലാമിനെതിരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റിദ്ധാരണകളും ദൂരീകരിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. വിൽഡറുടെ കളവും വിദ്വേഷവും അയാളുടെ രാജ്യക്കാരുടെ മുമ്പിൽ തുറന്നുകാട്ടേണ്ടതാണ്. ഇന്ന് ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധവും അന്യരോട് തെളിവുകൾ മുഖേനയുള്ള ആക്രമണവും കേവലം അഹമ്മദിയ ജമാഅത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ പരിപാടിയിൽ പങ്കെടുത്ത അതിഥികളുടെ പൊതുവിലുള്ള അഭിപ്രായവും വളരെ നല്ലതായിരുന്നു. നോർവേയിൽ നിന്നും അവിടെ പോയിരുന്ന നമ്മുടെ ഒരു മുബല്ലിഗിനോട് അദ്ദേഹത്തോടൊപ്പം ഇരുന്ന ഒരാൾ പറഞ്ഞു, ഇസ്ലാമിന്റെ ഈ കാര്യങ്ങൾ ഞങ്ങൾ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഖലീഫ തന്റെ പ്രസംഗം വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചു കളഞ്ഞു. മറ്റൊരാൾ പറഞ്ഞു, താങ്കൾ നൽകുന്ന ഈ അധ്യാപനങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഈ അധ്യാപനങ്ങൾ നൽകുന്നതിനെക്കുറിച്ചുള്ള ചിന്ത വളരെ വൈകിയാണ് വന്നത് എന്നല്ല, പറഞ്ഞു 2000 വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഈ ചിന്ത ഉണ്ടായത്. അതിന്റെ അർത്ഥം ഇതായിരുന്നു, ക്രിസ്ത്യാനികളിലും ഒരു ദീർഘകാലം വിവിധ വിഭാഗങ്ങൾ പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്നു, യുദ്ധങ്ങളും നടന്നു, കുഴപ്പങ്ങളും ഉണ്ടായി. ഇപ്പോഴാണ് വിവിധ രാജ്യങ്ങളിലും സമുദായങ്ങളിലും സമാധാനം സ്ഥാപിതമായത്. എന്നാൽ നിങ്ങൾ സമാധാനത്തിനുള്ള ഈ ശ്രമം പെട്ടെന്ന് തന്നെ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വീക്ഷണം പറഞ്ഞു. എന്നാൽ അയാൾക്കറിയില്ല, നാം ഇത് ഇന്നു മുതൽ തുടങ്ങിയതല്ല, മറിച്ച് ഈ അധ്യാപനം 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അന്ന് തന്നെ അതിന്റെ അടിസ്ഥാനം സ്ഥാപിതമായിട്ടുണ്ട്. ഏതായിരുന്നാലും ഇവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഇസ്ലാമിന്റെ തെറ്റായ ചിത്രത്തിന്റെ സ്വാധീനം ഈ പരിപാടി മുഖേന
ഇല്ലാതായിത്തീർന്നു. അള്ളാഹു തുടർന്നും ഇതിന്റെ നല്ല ഫലങ്ങൾ നൽകുമാറാകട്ടെ. ഈ സമുദായം ഇസ്ലാം സ്വീകരിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടിക്കീഴിൽ വരുമാറാകട്ടെ. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിനായി ജമാഅത്ത് അംഗങ്ങൾ വളരെയധികം പരിശ്രമിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഹോളണ്ടിന് ശേഷം ജർമ്മനിയിലെ ജലസ നടന്നു. ഇതും നിങ്ങളെല്ലാവരും MTA-യിൽ കണ്ടിരിക്കും. ജർമ്മനിയിൽ ജലസയുടെ തിരക്കുകൾക്കൊപ്പം എല്ലാ പര്യടനത്തിലും ജമാഅത്തിന്റെ പള്ളികളുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ തറക്കല്ലിടലിന്റെ തിരക്കും ഉണ്ടാകാറുണ്ട്. ഈ പര്യടനത്തിലും ഒരു പള്ളിയുടെ ഉദ്ഘാടനവും 3 പള്ളികളുടെ തറക്കല്ലിടലും നടന്നു. പൊതുവിൽ തറക്കല്ലിട്ടതിനു ശേഷം 1 വർഷത്തിനുള്ളിൽ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാകാറുണ്ട്. അള്ളാഹു ജർമ്മനി ജമാഅത്തിന്റെ ഈ തൗഫീക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഇപ്പോൾ പള്ളിയുടെ ഉദ്ഘാടന വേളകളിലും തറക്കല്ലിടുന്ന അവസരങ്ങളിലും ഒരു നല്ല കാര്യം അവിടെ കാണാൻ സാധിക്കുന്നത്, ഓരോ പരിപാടിയിലും പ്രാദേശികരായിട്ടുള്ള ആളുകൾ, അതിൽ വിദ്യാസമ്പന്നരും ഉണ്ടായിരിക്കും. മേയറും ഡെപ്യൂട്ടി മേയറും രാഷ്ട്രീയക്കാർ മുതലായവരെയും ക്ഷണിക്കുന്നു. മുമ്പ് ഈ കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഓരോ പള്ളി ഉണ്ടാകുമ്പോഴും ഇതെല്ലാം ഉണ്ടാകാറുണ്ട്. എന്നാൽ ജർമ്മനിയിൽ മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും അവർക്കിപ്പോൾ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കുന്നു. ഇത് അഹമ്മദിയ ജമാഅത്തിന്റെ പരിചയപ്പെടുത്തലിനും ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും തബ്ലീഗിനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ യഥാർത്ഥ ജോലി ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ്. ലോകത്തെ സത്യത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. പള്ളികളുടെ നിർമ്മാണത്തോടൊപ്പം തബ്ലീഗിലും വിശാലത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലായ്പ്പോഴും ജമാഅത്ത് അംഗങ്ങളോട് പറയാറുണ്ട്, ഈ പരിചയപ്പെടുത്തലിലും തബ്ലീഗിലുള്ള വിശാലതക്കുമൊപ്പം അവരുടെ ഉത്തരവാദിത്വവും വർദ്ധിക്കുന്നു. തങ്ങളുടെ അവസ്ഥകളെ ഇസ്ലാമിക രീതി അനുസരിച്ച് വാർത്തെടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഇപ്രാവശ്യം ജമാഅത്തിനെ അറിയാൻ കഴിഞ്ഞത് കാരണം ഒരു സ്ഥാപനം അവരുമായി പരിചയം കൂടിക്കൊണ്ടിരിക്കുന്നു, ബന്ധം കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സൈനിക ഓഫീസർമാരുടെ സ്വഭാവപരവും രാഷ്ട്രീയപരവും നിയമപരവുമായ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുകയും ശിക്ഷണപരമായ പരിപാടികൾ തയ്യാറാക്കുന്ന സ്ഥാപനമാണ് ഇത്. ഇവിടെയും പോകുന്നതിനുള്ള അവസരം ലഭിച്ചു. അതുപോലെ തന്നെ ജർമ്മൻ സമൂഹത്തിൽ ഇവരുടെ പ്രവൃത്തി എന്തായിരിക്കണം, ഇവരുടെ വ്യക്തിത്വം എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ഇവർ ലോകത്തെക്കുറിച്ചുള്ള അറിവും സംഘടിപ്പിക്കുന്നു. അന്താരാഷ്ട്ര സംസ്കാരത്തെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും അവിടെ നിന്ന് അറിവ് ലഭിക്കും. അതിനായി അവിടെ ലെക്ചറുകൾ സംഘടിപ്പിക്കുന്നു, സെമിനാറുകൾ നടക്കുന്നു. ഇവരോടൊപ്പം ഓഫീസർമാരായിട്ടുള്ള പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അവിടെയും ഒരു പ്രോഗ്രാം തയ്യാറാക്കിയിരുന്നു. അതിൽ പങ്കെടുക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഈ പരിപാടികളിൽ ലെക്ചർ നൽകുന്നതിനായി പുറത്തുനിന്നുള്ള വ്യക്തിത്വങ്ങളെ ക്ഷണിക്കാറുണ്ട്. അതിൽ നിയമവിദഗ്ധർ വരാറുണ്ട്, വിവിധ മതക്കാരും വരാറുണ്ട്, വിവിധ വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളവരും വരാറുണ്ട്. ജർമ്മനിയിലെ മുസ്ലിങ്ങളുടെ കേന്ദ്ര സംഘടനയുടെ തലവൻ റഹ്മാൻ മാലിക് സാഹിബിനെയും ഇവിടേക്ക് ക്ഷണിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചിരുന്നു. അങ്ങനെ അവരോട് അല്പം പ്രസംഗിക്കാനും ലെക്ചർ നൽകാനും എന്നോട് അവർ പറഞ്ഞപ്പോൾ ഞാൻ രാജ്യത്തോട് ആത്മാർത്ഥത കാണിക്കേണ്ടതിനെക്കുറിച്ചുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ച് ഒരു സംക്ഷിപ്തമായ പ്രഭാഷണം അവിടെ വെച്ച് നടത്തുകയുണ്ടായി. അതിനുശേഷം 10-15 മിനിറ്റ് ചോദ്യോത്തരവും നടക്കുകയുണ്ടായി. അവിടെ പകുതിയോളം സൈനിക ഉദ്യോഗസ്ഥരെ കൂടാതെ പട്ടണത്തിലെ മേയറും അഭ്യസ്ത വിദ്യരായിട്ടുള്ളവരും ക്രിസ്തീയ പാതിരിമാരും യഹൂദി പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ലെക്ചറിന് നല്ല സ്വാധീനമുണ്ടായി. ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ അവരിലേക്ക് എത്തിച്ചേർന്നു. ജർമ്മനിയിലെ നമ്മുടെ ജമാഅത്തിന്റെ സെക്രട്ടറി ഖാരിജ ദാവൂദ് മുസഫർ സാഹിബ് പിന്നീട് എനിക്ക് 1-2 അഭിപ്രായങ്ങൾ അയച്ചു തരികയുണ്ടായി. ഒരാൾ പറഞ്ഞു, ഈ കാര്യം എന്നെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തി.
ലോകം നേരിടുന്ന പ്രശ്നത്തിനുള്ള പരിഹാരം ഒരാൾക്ക് ഇത്ര ലളിതമായ രീതിയിൽ മനസ്സിലാക്കി തരാൻ സാധിക്കുമോ? ഇത് ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളാണ്. അഥവാ ഇത് യഥാർത്ഥ രീതിയിൽ വിവരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. മറ്റൊരാൾ പറഞ്ഞു, നിങ്ങളുടെ ഖലീഫയുടെ വാക്കുകൾ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കി തന്നു. की इंटीग्रेशन जरूर मुमकिन है। ये सवाल നിങ്ങളുടെ ഇസ്ലാമിനെ കുറിച്ചുള്ള വീക്ഷണം മുൻനിർത്തിക്കൊണ്ട് हमारे दरमियान മുസ്ലിങ്ങളുമായുള്ള പരസ്പര ബന്ധം തീർച്ചയായും സാധ്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ചോദ്യം ഇന്ന് യൂറോപ്പിൽ എല്ലായിടത്തും ഉയർന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ കൂടിക്കലരുന്നില്ല, അവർക്കൊരു വ്യതിരിക്തതയുണ്ട്. ഇത് കേട്ടതിനു ശേഷം പറഞ്ഞു, ഇത് ഞങ്ങൾ പാശ്ചാത്യ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു തെറ്റായ ചിന്താഗതിയാണ്. ഇതുപോലെ തന്നെ ചിലർ ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളെക്കുറിച്ച് അത്ഭുതം പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയെ വിശ്വസിക്കുന്നവരുടെ ജോലിയാണ് ഇസ്ലാമിന്റെ യഥാർത്ഥവും മനോഹരവുമായ അധ്യാപനങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നത്. ഇസ്ലാമിനെതിരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ വായടപ്പിക്കുക എന്നത്. ഭൂരിപക്ഷം ഓഫീസർമാർ എന്നോടും എന്റെ കൂടെയുള്ളവരോടും പറഞ്ഞു, ഈ പ്രസംഗം ലിഖിത രൂപത്തിൽ ഞങ്ങൾക്ക് നൽകിയാലും ജർമ്മൻ ജമാഅത്ത് ജർമ്മൻ ഭാഷയിൽ അതിന്റെ തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് അവർക്ക് അത് അയച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നീട് ജർമ്മനിയിലെ ജലസയിൽ മറ്റൊന്ന് അവരുടെ സ്ഥിരമായിട്ടുള്ള ഒരു ഭാഗമാണിത്, സ്ഥിരമായിട്ടുള്ള ഒരു രീതിയാണിത്. ജർമ്മൻ സമൂഹവും അതുപോലെ തന്നെ അനഹ്മദികളും അമുസ്ലിങ്ങളുമായിട്ടുള്ളവരോടൊപ്പം ഒരു പ്രോഗ്രാം നടക്കാറുണ്ട്. ഇതിൽ 500-600 സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് കൂടാറുണ്ട്. അവിടെ എനിക്കും അല്പം സംസാരിക്കാൻ അവസരം ലഭിക്കാറുണ്ട്. ഇപ്രാവശ്യവും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഗമനത്തിന്റെ ലക്ഷ്യം സമകാലിക പ്രശ്നങ്ങൾ, ജനങ്ങൾ ദൈവത്തെ വിസ്മരിക്കുന്നത് മൂലം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ച് പറയാനും അതിനെക്കുറിച്ച് ജാഗരൂകരാക്കാനുമുള്ള തൗഫീക്ക് ലഭിച്ചു. പിന്നീട് ഈ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ഓരോ വ്യക്തിയുടെയും നിലപാട് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചും പറഞ്ഞു. ഇത് നേരിട്ട് MTA-യിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ കേട്ടിരിക്കും എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിലും ഞാൻ പറഞ്ഞതുപോലെ 500-ലധികം ജർമ്മൻ വംശജരും മറ്റ് അനഹ്മദികളും അമുസ്ലിങ്ങളുമായിട്ടുള്ളവർ പങ്കെടുത്തു. ഇവരുടെ അഭിപ്രായം വളരെ നല്ലതായിരുന്നു, നല്ല സ്വാധീനമുണ്ടായി. പിന്നീട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന അനഹ്മദികളായ സഹോദരങ്ങളുമായി മുലാഖാത്ത് നടന്നു. അതിൽ ഏറ്റവും വലിയ സംഘം ബൾഗേറിയയിൽ നിന്നാണ് വന്നിരുന്നത്. അവിടെ നിന്ന് ഏകദേശം 80 സ്ത്രീ പുരുഷന്മാർ വന്നിരുന്നു. അതിൽ കേവലം 13-14 പേർ മാത്രമാണ് അഹമ്മദികളായിട്ടുണ്ടായിരുന്നത്. ബാക്കി കൂടുതൽ പേരും മറ്റു മുസ്ലിങ്ങളായിരുന്നു. ഏതാനും പേർ ക്രിസ്ത്യാനികളായിരുന്നു. മുഴുവൻ ആളുകളും ജലസയുടെ പരിപാടികളെക്കുറിച്ചും പ്രഭാഷണങ്ങളാലും അച്ചടക്കം മുതലായവയിൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരുന്നു. ഓരോ വർഷവും വളരെ വലിയ സംഖ്യയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു. ബൾഗേറിയയിൽ നിന്നും വരാറുണ്ട്. പൊതുവിൽ ജലസ കണ്ട് വളരെയധികം സ്വാധീനിക്കപ്പെടാറുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ജലസ ഹൃദയം തുറക്കുന്നതിനും കാരണമായിത്തീരുന്നു. ബൾഗേറിയക്കാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ അവരിലുള്ള ഒരു യുവാവ് എന്നോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നു അള്ളാഹുവിനെ ഭയപ്പെടുക, ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, അള്ളാഹുവിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്, അവനു വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നെല്ലാം. എന്നാൽ ഇതിന് താങ്കളുടെ പക്കൽ തെളിവെന്താണുള്ളത്? ഞാൻ പറഞ്ഞു, മറ്റു കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കട്ടെ, ആഫ്രിക്കയിൽ ഞങ്ങൾ വിവിധ ദരിദ്ര പ്രദേശങ്ങളിൽ വിദൂരത്തിലുള്ള പ്രദേശങ്ങളിൽ പോയി ജാതി മതഭേദമന്യേ ഞങ്ങൾ അവിടങ്ങളിലെ ജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള അറിവ് ലോകത്ത് എല്ലായിടത്തും ലഭ്യമാണ്. താങ്കൾ ആഗ്രഹിക്കുന്ന പക്ഷം ലഭിക്കുന്നതാണ്. ഇത് തന്നെ മതിയായ തെളിവാണ്. ഞങ്ങൾക്ക് ഇവരിൽ നിന്ന് ഒന്നും നേടാനില്ല. എന്നാൽ ഒരു ശ്രദ്ധ ഉണ്ടാകാറുണ്ട്. എങ്ങനെയെങ്കിലും ഈ ആളുകൾ ഏകനായ അള്ളാഹുവിനെ യഥാർത്ഥ രീതിയിൽ ആരാധിക്കുന്നവരായി തീരണം. ഞങ്ങളുടേത് ഈ ശ്രമമാണ്. ഇതിനുവേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബൾഗേറിയ ഏതാനും വർഷമായി ജമാഅത്തിന്റെ തബ്ലീഗിനും മറ്റു പ്രവർത്തനങ്ങൾക്കും വിലക്കുള്ള ഒരു രാജ്യമാണ്. അവിടെ ജമാഅത്ത് രജിസ്റ്ററും ചെയ്തിട്ടില്ല. ഭരണം മുല്ലാക്കളുടെ സ്വാധീനത്തിലാണ്. എന്നാൽ പറയുന്നത് ഇതാണ്, മുസ്ലിങ്ങളുടെ
ആന്തരിക കുഴപ്പങ്ങളും കലഹങ്ങളും ഇല്ലാതാക്കുന്നതിനായിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അതായത് ഒരു ഖുത്ബ നൽകിയാൽ മതി, ഒരു വിഭാഗമായിരിക്കണം എല്ലാവരും ये इस पे अमलन ऐसी सूरत हाल എന്നെല്ലാം. എന്നാൽ അവിടെ ഈ വിധത്തിലുള്ള ഒരു അവസ്ഥയല്ല ഉള്ളത്. യാഥാർത്ഥ്യം ഇതാണ്, അവർ ചില അറബ് രാജ്യങ്ങളിൽ നിന്ന് നേടുന്ന സഹായം നിമിത്തം അവർക്ക് ഇത് സഹിക്കാൻ സാധിക്കുന്നില്ല. അതായത് അഹമ്മദികൾക്ക് തബ്ലീഗിനുള്ള അവസരം നൽകാൻ ഇത് മുഖേന അവരുടെ ജീവിതമാർഗം ഇല്ലാതായിത്തീരുന്നു. लेकिन इसके बावजूद എന്നാൽ ഇതെല്ലാമായിരുന്നിട്ടും അവിടെ എല്ലാ വർഷവും ബയ്യത്ത് നടക്കുന്നു. ഇതുപോലെ തന്നെ മാൾട്ട, സ്പെയിൻ, തുർക്കി, ബോസ്നിയ മുതലായ സ്ഥലങ്ങളിൽ നിന്ന് വന്ന അഹമ്മദികളുമായും അനഹമ്മദികളുമായും മുലാഖാത്ത് നടന്നു. अल्लाह ताला के फजल से അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവരിൽ എല്ലാവരിലും ജലസയെക്കുറിച്ച് का बहुत अच्छा വളരെ നല്ലതും ആഴത്തിലുള്ളതുമായ ഒരു സ്വാധീനമുണ്ടായി. ഇപ്രാവശ്യം नौ वाइन की बैत मैंने बड़े हॉल में करवाई थी। നവ അഹമ്മദികളുടെ ബൈഅത്ത് വലിയ ഹാളിൽ വെച്ചാണ് നടത്തിപ്പിച്ചത്. ഓരോ വർഷവും അവിടെ तो वहाँ बैत हुआ करती थी। നവ അഹമ്മദികൾ വരികയും ബൈഅത്ത് ചെയ്യുകയും ചെയ്യാറുണ്ട്. എന്നാൽ പൊതുവിൽ അവരുമായി ഉണ്ടാകാറുള്ള പ്രത്യേക മീറ്റിംഗിലായിരിക്കും ബയ്യത്ത് നടക്കാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു, വലിയ ഹാളിൽ ബയ്യത്ത് ചെയ്തുകൊള്ളുക, മറ്റുള്ളവർക്കും പങ്കെടുക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ബയ്യത്തിന്റെ ദൃശ്യം വളരെയധികം ഈമാനിക വർധനവിന് കാരണമായിട്ടുള്ള ഒന്നാണ്. ഒരു സാഹിബ്, അദ്ദേഹം ജമാഅത്തുമായി ഒരുപാട് കാലമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഇറാൻകാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹം അവിടെ എല്ലാവരോടൊപ്പം ഇരിക്കുകയായിരുന്നു. ബയ്യത്ത് ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല. എന്നാൽ ബയ്യത്ത് തുടങ്ങിയപ്പോൾ പറയുന്നു, ഏതോ ഒരു ശക്തി എന്റെ കൈ മുന്നോട്ട് വലിച്ചു, ഞാനും മുന്നോട്ട് വന്ന് കൈവച്ചു, അങ്ങനെ ബയ്യത്ത് ചെയ്തു. അതിനുശേഷം പറഞ്ഞു, ഇത് ഒരു പെട്ടെന്നുള്ള ആവേശമായിരുന്നില്ല, ഇനി ഞാൻ പക്ക അഹമ്മദിയാണ്. कायम रहूंगा, उसको निभाऊंगा। एक नया जोश और वलवला ഇൻഷാ അല്ലാഹു തആല തന്റെ ബയ്യത്തിന്റെ പ്രതിജ്ഞയിൽ അടിയുറച്ചു നിൽക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്യും. പറയുന്നു, എന്നിലൊരു പുതിയ ആവേശം ഉണർവും ഉണ്ടായിരിക്കുന്നു. അല്ലാഹു എല്ലാവരുടെയും ഈമാനിലും വിശ്വാസത്തിലും പുരോഗതി നൽകുമാറാകട്ടെ. ഓരോരുത്തരും സ്വായത്തമാക്കിയ ജലസയുടെ അനുഗ്രഹം അത് സ്ഥായിയായ അനുഗ്രഹങ്ങളായി തീരട്ടെ. ഏതായിരുന്നാലും ജർമ്മനിയിലെ ജലസ പൊതുവിൽ വളരെ ഉന്നതമായിരുന്നു. ഞാൻ जहां तक ഇടയ്ക്കിടയ്ക്ക് MTA-യിലൂടെ കേട്ട പ്രസംഗങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രസംഗങ്ങളുടെ നിലവാരവും വളരെ ഉന്നതമായിരുന്നു. बड़ी बरकतों को വലിയ അനുഗ്രഹങ്ങളെ ഒരുമിച്ച് കൂട്ടി വിതരണം ചെയ്യുന്ന ജലസയായിരുന്നു ഈ ജലസ. ये जलसा ജലസയുടെ സംഘാടനത്തിനായി വർഷം മുഴുവനും സംഘാടകർ തിരക്കിലായിരിക്കും. मसरूफ रहती है और ജർമ്മനിയിലെ ജലസയുടെ എല്ലാ സംവിധാനവും ഒരു കുടക്കീഴിലായിരുന്നിട്ട് പോലും വക്കാറയാമലും चाहिए होते हैं, മറ്റു പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. करना पड़ता है। ഈ വർഷം പാകിസ്ഥാനിൽ നിന്ന് വന്ന पाकिस्तान से आए हुए പുതിയ അസൈലം സീക്കേഴ്സ് साइलम सीख വളരെ ആവേശത്തോടെ ജോലി ചെയ്തു. സംഘാടകർ പറയുകയുണ്ടായി, അഥവാ 200 പേരെ ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ വിളിച്ചാൽ 400 വളണ്ടിയർമാർ ജോലി ചെയ്യാനായി വരുമായിരുന്നു. അള്ളാഹു കേസ് പാസ്സായതിനു ശേഷവും ഇവരുടെ ഈ ആവേശവും ഉണർവും ഇതുപോലെ തന്നെ നിലനിർത്തുമാറാകട്ടെ. ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ അവസ്ഥയും ഒരു ദീർഘകാലമായി നിഷേധിക്കപ്പെട്ടതിന്റെ സ്വാധീനവുമുണ്ട്. എന്നാൽ കേസ് പാസ്സായതിനു ശേഷവും होने के बाद भी യഥാർത്ഥത്തിലുള്ള നന്ദി പ്രകടനം അള്ളാഹുവിനോടുള്ളത് ഇതാണ്. ഒന്നാമതായി അള്ളാഹുവിന്റെ ഇബാദത്തിൽ നിന്ന് അശ്രദ്ധരാകരുത്. മറ്റൊന്ന് ഭൗതികതയ്ക്കു വേണ്ടി ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ പിന്തള്ളിക്കളയരുത്. कुछ न डालें। ഖിലാഫത്തുമായി ആത്മാർത്ഥതയുടെയും സ്നേഹത്തിന്റെയും ബന്ധം വെക്കുക. ഇതിന്റെ അനുഭവവും ഓരോ വർഷവും പുതിയതാണ്. അള്ളാഹു ഈ ബന്ധത്തെയും വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമാറാകട്ടെ. സംഘാടനത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ എനിക്ക് പിന്നീട് പറയാൻ അവസരം ലഭിച്ചില്ല. बाद में उनको बयान ഇത് ലോകത്തുള്ള മറ്റുള്ളവർക്കും പ്രയോജനപ്രദമായിരിക്കും. പൊതുവിൽ എല്ലാ വ്യവസ്ഥിതിയും വളരെ നല്ലതായിരുന്നു. अच्छे ही रहे हैं। എന്നിരുന്നാലും വലിയ സംഘാടനത്തിൽ ഉണ്ടാകാറുള്ളതുപോലെ ചില പരാതികളും ഉണ്ടാകുന്നു. जलसे के पहले खुतबे में इसका जिक्र किया ഞാൻ ജർമ്മനിയിലും शिकायत എന്റെ ആദ്യ ഖുത്ബയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പരാതികൾ ചില വിഭാഗങ്ങളെക്കുറിച്ച്
കൂടുതലാണ്. അതിലൊന്ന് സിയാഫത്തിന്റെ വിഭാഗമാണ്. അത് വളരെ പ്രധാനപ്പെട്ട വിഭാഗമാണ്. ഒന്നുകിൽ ഭക്ഷണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്, काम सही नहीं था। അല്ലെങ്കിൽ ഭക്ഷണം നൽകുന്നതിലുള്ള വ്യവസ്ഥിതി ശരിയായിരുന്നില്ല. ആളുകൾക്ക് ഒരുപാട് കാത്തിരിക്കേണ്ടതായി വന്നു. ചിലർ സഹിക്കാൻ കഴിയാതെ നീണ്ട ലൈനിൽ നിൽക്കുന്നതിനു പകരം ബസാറിൽ നിന്ന് തന്നെ എന്തെങ്കിലും വാങ്ങിക്കഴിച്ചു. സ്ത്രീകളിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. കുട്ടികൾക്കും ഇത് മുഖേന ബുദ്ധിമുട്ടുണ്ടായി. ചില സമയങ്ങളിൽ ഡ്യൂട്ടി ചെയ്യുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭക്ഷണം ലഭിച്ചില്ല. अपने तौर पर इंतजाम करना पड़ा। जब पहले दिन ये एक അവർക്കും സ്ത്രീകൾക്കും പ്രത്യേകിച്ച് पैदा हुई थी, തങ്ങളാൽ തന്നെ ഭക്ഷണത്തിന് ഏർപ്പാട് ചെയ്യേണ്ടതായി വന്നു. ഒരു സമയത്ത് തന്നെ ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അഫ്സർ ജൽസ സാലാനയുടെയും അദ്ദേഹത്തിന്റെ വ്യവസ്ഥിതിയുടെയും ജോലിയായിരുന്നു പെട്ടെന്ന് പ്രവർത്തന നിരതരായി എന്താണ് ഇതിന് കാരണം എന്ന് കണ്ടെത്തൽ. ഒരുപക്ഷെ അവർ ഇതിനായി എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവാം, എന്നാൽ അതിന്റെ ഉത്തമമായ ഫലം ഏതായിരുന്നാലും ഉണ്ടായിട്ടില്ല. അവസാന ദിവസം വരെ ഈ കുറവ് അനുഭവവേദ്യമായിക്കൊണ്ടിരുന്നു. സംഘാടകർ इंतजामिया को എല്ലായ്പ്പോഴും ഓർക്കേണ്ടതാണ്, പാകിസ്ഥാനിലും ഈ രീതി തന്നെയാണ് ഉണ്ടായിരുന്നത്. ദിവസവും രാത്രി अफसर जलसा എല്ലാ നായിബ് അഫ്സർമാരുടെയും നാസിമീങ്ങളുമായും मीन के साथ അഫ്സർ ജൽസ സാലാന മീറ്റിംഗ് നടത്തുമായിരുന്നു. അതിൽ ഓരോ വിഭാഗത്തെയും പരിശോധന വിധേയമാക്കുമായിരുന്നു. അവിടെ എവിടെയെല്ലാം കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, അതെങ്ങനെ कितना खाना അടുത്ത ദിവസം പൂർത്തിയാക്കാം. ലങ്കർഖാന പരിശോധിക്കാറുണ്ടായിരുന്നു. എത്ര ഭക്ഷണം പാകം ചെയ്തു, എത്ര അതിഥികൾ ഭക്ഷണം കഴിച്ചു, കുറവുണ്ടായോ, കൂടുതൽ പാകം ചെയ്യേണ്ടതായി വന്നോ, കൂടുതൽ ബാക്കിയായോ, അതനുസരിച്ചാണ് അടുത്ത ദിവസത്തേക്ക് കണക്കാക്കിയിരുന്നത്. അതിഥി സൽക്കാര വിഭാഗത്തിന്റെ ജോലിയാണിത്. के बजाय बातों को കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരമായി ഈ കാര്യം അഫ്സർ ജൽസ സാലാനെ ധരിപ്പിക്കുക എന്നത്. ഇന്ന് ഇത്ര അതിഥികളും ഡ്യൂട്ടിക്കാരും ഭക്ഷണം കഴിച്ചു, ഇത്ര പേർക്ക് ഭക്ഷണം ലഭിച്ചില്ല, അതിനുള്ള കാരണം ഇന്നതാണ് वजूहात क्या हैं, ये तो फिर എന്നെല്ലാം പിന്നീട് അദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങളും സ്ഥിരമായി ഇതിന്റെ റെക്കോർഡ് വെക്കേണ്ടതാണ്. ഈ പരിശോധനയിലൂടെ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത സമയം ഭക്ഷണം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അഥവാ സ്ഥിരമായി ഈ മീറ്റിംഗും അടുത്ത ദിവസത്തേക്കുള്ള പ്ലാനിങ്ങും നടത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടായിത്തീരുമായിരുന്നു. ഇതുപോലെ തന്നെ ഒരു വിഭാഗം പരിശോധനാ വിഭാഗം എന്നു പേരിലുണ്ട്. ഇത് അഫ്സർ ജൽസ സാലാനയുടെ സ്വന്തം വിഭാഗവും शोभा होता है और मुआवनी അദ്ദേഹത്തിന്റെ जगहों में जाकर വളണ്ടിയർമാരുമായിരിക്കും ഇതിലുണ്ടായിരിക്കുക. അവർ വിവിധ സ്ഥലങ്ങളിൽ പോയി പരിശോധിക്കുന്നു, ശരിയായ രീതിയിൽ ജോലി നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. അത്യാവശ്യ ഘട്ടങ്ങളിലുള്ള ഏതെങ്കിലും പ്രവൃത്തിയാണെങ്കിൽ അപ്പോൾ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഏതായിരുന്നാലും ഈ വിഭാഗം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ജലസാഗാഹിൽ जलसागाह में ബാത്റൂമും ടോയ്ലറ്റ്സും കുറവുള്ളതായി അനുഭവപ്പെട്ടു. महसूस किया गया। हालांकि എന്നാൽ इसमें बेशुमार गुसलखाने കോംപ്ലക്സിനകത്ത് അനേകം ബാത്റൂമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ എന്തെല്ലാമോ കാരണങ്ങളാൽ തുറന്നില്ല. ചില വൃദ്ധരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബുദ്ധിമുട്ടും ക്ലേശവും നേരിടേണ്ടതായി വന്നു. के लिए എന്നാൽ രോഗികൾക്കും ബലഹീനർക്കും വേണ്ടി പ്രത്യേകം ഏർപ്പാട് സാധ്യമായിരുന്നു. അങ്ങനെ ഉണ്ടാവേണ്ടതാണ്. ഈ രാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഡ്യൂട്ടി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും ശ്രദ്ധിക്കണം. ഇത്തരം സ്ഥലങ്ങളിൽ നിയമങ്ങളിൽ ഇത്രയധികം കാർക്കശ്യം കാണിക്കരുത്. का काम നിങ്ങളുടെ ജോലി എല്ലാവർക്കും സൗകര്യം ഒരുക്കുക എന്നതാണ്. സംഘാടകർ അഥവാ ബാത്റൂം തുറക്കുന്നതിനായി മുമ്പ് അനുവാദം വാങ്ങിയിരുന്നില്ല എങ്കിൽ അവസ്ഥ കണ്ട് പെട്ടെന്ന് തന്നെ അനുവാദം വാങ്ങേണ്ടതായിരുന്നു. ഇനി അഥവാ വാടകയുടെ പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ, പണം ലാഭിക്കുകയായിരുന്നുവെങ്കിൽ, പണം ലാഭിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ നാം എല്ലായ്പ്പോഴും ഓർക്കേണ്ടതാണ്, അതിഥികളുടെ അതിഥി സൽക്കാരം കുറവ് വരുത്തിക്കൊണ്ട് നാം പണം ലാഭിക്കാൻ പാടില്ല. അതായത് അതിഥി സൽക്കാരം കുറച്ചുകൊണ്ട് പണം ലാഭിക്കുക എന്നത് ശരിയല്ല. അതിഥികളുടെ സൽക്കാരം മറ്റെല്ലാ കാര്യങ്ങളെക്കാളും ഉയർന്നു നിൽക്കുന്നതാണ്. അഫ്സർ ജൽസ സാലാനയുടെ ഒരു പ്രത്യേക ടീം ഈ കാര്യം പരിശോധിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ കുറവുകൾ അല്ലെങ്കിൽ ചിലർക്ക് ഉണ്ടായ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ തന്നെ ചില അന്യരാജ്യക്കാരായ അതിഥികളിൽ നിന്നും പരാതി ഉണ്ടായി. യൂറോപ്പിലെ മറ്റു ചില രാജ്യങ്ങളിൽ നിന്ന് വന്ന
നവാഹ്മദികളെക്കുറിച്ച് അവർക്ക് ചോദിക്കാനും പറയാനും ആരുമുണ്ടായിരുന്നില്ല. അതുമൂലം ഏതാനും ചിലർ ദേഷ്യപ്പെട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. ഒന്നാമതായി അവർ ഏത് രാജ്യങ്ങളിൽ നിന്നാണോ വന്നത് അവിടുത്തെ അമീറിന്റെയും മുറബിയുടെയും ഇൻചാർജിന്റെയും ജോലിയാണ്. കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ പൂർണ്ണമായും സഹായിക്കണമായിരുന്നു. ഇനി അഥവാ കൂടെ വന്നില്ലായിരുന്നുവെങ്കിൽ കണ്ടുമുട്ടാനുള്ള സ്ഥലവും വ്യവസ്ഥിതിയെക്കുറിച്ച് പൂർണ്ണമായ അറിവും അവർക്ക് നൽകേണ്ടതുണ്ടായിരുന്നു. ഇത് സ്വാഗത സംഘം വിഭാഗത്തിന്റെയും അതിഥി സൽക്കാര വിഭാഗത്തിന്റെയും താമസം വിഭാഗത്തിന്റെയും ജോലി കൂടിയാണ്. പാർക്കിംഗുമായി പൂർണ്ണമായ ബന്ധം ഉണ്ടാവുകയും ചെയ്തിരുന്നുവെങ്കിൽ മാർഗനിർദ്ദേശത്തിന് സാധിക്കുമായിരുന്നു. ഇതുപോലെ തന്നെ കൊണ്ടുവന്ന അതിഥികളെയും നവ അഹമ്മദികളെയും കൊണ്ടുപോകുന്നതിനായി ജലസക്ക് ശേഷം ശരിയായ ട്രാൻസ്പോർട്ട് സംവിധാനം ഉണ്ടായിരുന്നില്ല. ചിലർക്ക് രാത്രി 10 മണിവരെ കാത്തിരിക്കേണ്ടതായി വന്നു. എന്നാൽ ഇസ്തിക്ബാൽ വിഭാഗം അവർക്ക് വേണ്ടി ട്രാൻസ്പോർട്ട് സംവിധാനം ഒരുക്കേണ്ടതായിരുന്നു. ഏതായിരുന്നാലും ഏതാനും പേർക്ക് സംഘാടനത്തിലുള്ള ഈ ഒരു കുറവ് കാരണം ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭാവിയിൽ ഇത് പരിഹരിക്കാൻ പരിശ്രമം ഉണ്ടാവേണ്ടതാണ്. അതിഥികളുടെ അതിഥി സൽക്കാരത്തെക്കുറിച്ച് നാം ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ സംഭവങ്ങൾ കേൾപ്പിക്കാറുണ്ട്. എപ്രകാരമാണ് മണിപ്പൂരിൽ നിന്നും അതിഥികൾ വരികയും ലങ്കർഖാനയിൽ വന്നിറങ്ങുകയും അവിടെയുള്ള സേവകർ ശരിയായ രീതിയിൽ അവരുടെ സാധനങ്ങൾ ഇറക്കിയില്ല. പറഞ്ഞു, നിങ്ങൾ തന്നെ സ്വയം സാധനങ്ങൾ ഇറക്കുക, അതല്ലെങ്കിൽ മറ്റെന്തോ കാര്യങ്ങൾ പറഞ്ഞു. ദേഷ്യപ്പെട്ട് അവർ തിരിച്ചുപോയി. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന് ഇത് അറിയാൻ കഴിഞ്ഞപ്പോൾ അവിടുന്ന് വളരെ വേഗത്തിൽ അവരുടെ പിന്നാലെ പോയി. വളരെ ദൂരത്തിൽ പോയി പറയുന്നു, നദിക്കടുത്തുവച്ച് അവർ കുതിരവണ്ടിയിൽ പോവുകയായിരുന്നു. അവിടെ വെച്ച് അവരെ തടഞ്ഞു. എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ വന്ന് സ്വയം അവരുടെ സാധനങ്ങൾ ഇറക്കാൻ തുനിഞ്ഞു. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അതിഥി സൽക്കാരത്തിന്റെ മാതൃക. ജമാഅത്തിന്റെ വ്യവസ്ഥിതിയും വിഭാഗങ്ങളും ഓരോ അഹമ്മദിയും എല്ലായ്പ്പോഴും ഇത് തങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. നാം നമ്മുടെ നിലവാരം ഉയർത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഞാൻ തുടക്കത്തിൽ ജർമ്മനിയിലുള്ള എന്റെ ഖുത്ബയിൽ ഈ കാര്യങ്ങളിലേക്ക് സംക്ഷിപ്തമായ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. അഥവാ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഉണ്ടായ കുറവുകൾ അതല്ലെങ്കിൽ ചിലർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ മുഖേന സംഘാടകരുടെ മറ്റു നല്ല പ്രവർത്തനങ്ങളുടെ മേന്മയും ഇല്ലാതായിത്തീരുന്നു. എല്ലാ രാജ്യങ്ങളിലും ജലസ നടക്കാറുണ്ട്. ഇവിടെ യുകെയിലും ഇൻഷാ അല്ലാഹു തആല ജലസ നടക്കുന്നതായിരിക്കും. അതിപ്പോൾ മർക്കസി ജലസ എന്നാണ് പറയപ്പെടുന്നത്. ഇവർക്കും മറ്റു രാജ്യങ്ങളിലെ ജലസയുടെ സംഘാടകരും അവരും ആഴത്തിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഒരു രാജ്യത്ത് ഇത് സംഭവിച്ചു, ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്ന് കരുതരുത്. എല്ലായിടങ്ങളിലും എല്ലായ്പ്പോഴും ഏതെല്ലാം വിഭാഗങ്ങളിലാണോ കുറവും ബലഹീനതയും ഉള്ളത് അത് പരിഹരിക്കേണ്ടതാണ്. ജലസയുടെ നല്ല സ്വാധീനം എല്ലായിടത്തും നിലനിർത്തുന്നതിനു വേണ്ടി സ്ത്രീകളെക്കുറിച്ചും പറയാം. പൊതുവിൽ മെയിൻ ഹാളിൽ നിശബ്ദത ഉണ്ടായിരുന്നു. എന്നാൽ കുട്ടികളുടെ ഹാളിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചിരുന്നത്, ഇതിനെക്കുറിച്ച് ഞാൻ അവിടെ വെച്ചും പറഞ്ഞിരുന്നു, കുട്ടികളുടെ ബഹളത്തിന്റെ കാരണം പറഞ്ഞ് സ്ത്രീകളാണ് കൂടുതൽ സംസാരിച്ചിരുന്നത്. അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഭാവിയിൽ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജലസ പൊതുവിൽ വളരെ നല്ലതായിരുന്നു. പ്രോഗ്രാം വളരെ നല്ലതായിരുന്നു. പ്രസംഗങ്ങളും വളരെ നല്ലതായിരുന്നു. ആളുകളുടെ ആവേശവും ഉണർവും നല്ലതായിരുന്നു. അല്ലാഹു ഇതിന്റെ ബർക്കത്തും എല്ലായ്പ്പോഴും നിലനിർത്തട്ടെ. എല്ലാ പങ്കെടുത്തവരും അവർക്ക് വേണ്ടി ഡ്യൂട്ടി ചെയ്യുകയും സമയം നൽകുകയും അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥരോട് നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. അല്ലാഹു അവർക്കെല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. ഉദ്യോഗസ്ഥരായ സ്ത്രീകളും പുരുഷന്മാരും അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരായി മാറണം. കാരണം അള്ളാഹു അവർക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ അതിഥികളെ സേവിക്കാൻ അവസരം നൽകി. അള്ളാഹു ഇവരെ എല്ലാവരെയും എല്ലാ അഹമ്മദികളെയും എല്ലായ്പ്പോഴും പരസ്പരം സഹാനുഭൂതി കാണിക്കുന്നതിലും സേവന الحمد لله نحمده ونستعينه ونستغفره
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر